പിന്നെ ഈ ടൈപ്പ് പടങ്ങളൊക്കെ ഒരുപാട് കണ്ടവർക്ക് ഇതൊക്കെ എന്ന് തോന്നുകയും ചെയ്യും. വൂൾഫ്മാൻ ജനുവരി 16 തിയേറ്ററുകളിൽ റിലീസായ പടമാണ്. ലീ വെനൽ സംവിധാനം ചെയ്ത ഈ ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് വന്ന ബ്ലേക്കിന്റെയും ഫാമിലിയുടെയും കഥയാണ് വൂൾഫ്മാൻ പറയുന്നത്. അവിടെ ഇവിടെയുള്ള നല്ല ചില ഹൊറർ മൊമെന്റ്സ് പടത്തിന്റെ പോസിറ്റീവായിട്ട് പറയാം. ഒരു ഹൊറർ ത്രില്ലർ ആണെങ്കിലും കുറെ കഴിയുമ്പോൾ ഇതൊരു സർവൈവൽ ത്രില്ലർ ആയിട്ട് മാറുന്നുണ്ട്. ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് ഈ ഓണറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചതൊക്കെ കിടുവായിരുന്നു. സോ ആ മാറ്റം നല്ല രീതിയിൽ കാണിച്ചത് പടത്തിന്റെ പോസിറ്റീവായിട്ട് പറയാം. ഒരു സീക്വൻസ് പറഞ്ഞാൽ സ്പോയിലർ ആവും, എങ്കിലും ചെറിയൊരു വാക്ക് പറയാതെ വയ്യ. അയാളുടെ സെൻസ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആവുന്നത് കാണിക്കുന്ന ഒരു സീനുണ്ട്. ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഏതോ ഒരു ഭയങ്കര ഭീകര ജീവി ചുമരിൽ കൂടി ഇങ്ങനെ കയറുന്നത് പോലെ നമുക്കും കൂടെ തോന്നും. പക്ഷെ പുള്ളി നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് അയാൾക്കുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ആണ്, അയാളുടെ സെൻസേഷൻസിനുണ്ടാകുന്ന ചേഞ്ചിന്റെ ഒരു ചെറിയ സാമ്പിളായിട്ട് കാണിച്ച ഒരു സീനായിരുന്നു അത്. അത് നൈസായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് മാറുമ്പോൾ അയാളുടെ വ്യൂ പോയിന്റും തിരിച്ചു വരുമ്പോൾ മറ്റ് ക്യാരക്ടേഴ്സിന്റെ വ്യൂ പോയിന്റും കാണിക്കുന്ന ആ ഒരു ഡിഫറൻസ് കാണിക്കുന്ന ആ ഒരു ടെക്നിക്കും നൈസായിരുന്നു. ബ്ലേക്ക് ആയിട്ട് ക്രിസ്റ്റഫർ ആബട്ട് നൈസായിരുന്നു. അയാളുടെ അച്ഛന്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ പുള്ളിയുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ അയാളത് മകളെ കാണിക്കാതെ മകളിൽ നിന്നും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ആ കുട്ടിയെ വളർത്തുന്നത്. അങ്ങനെ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒരു അച്ഛൻ എന്ന നിലയിൽ തന്റെ അച്ഛൻ ചെയ്ത തെറ്റുകൾ താൻ ഒരിക്കലും മകളോട് ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ഒരു നായകനാണ്. അയാളുടെ അച്ഛൻ വളർത്തിയതുപോലെ അല്ല അയാളുടെ മകളെ വളർത്തുന്നത്. അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. മകളായിട്ട് വന്ന മെറ്റിൽഡ ഫെർത്തും നല്ല പെർഫോമൻസ് ആയിരുന്നു ആ കുട്ടി. അമ്മ ഷാർലറ്റ് ആയിട്ട് വന്ന ജൂലിയ ഗാർണറും കൊള്ളാമായിരുന്നു. സോ എല്ലാവരുടെയും പെർഫോമൻസ് നൈസാണ്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, കളർ ടോൺ, ലൊക്കേഷൻ ഒക്കെ കിടുവാണ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ മേക്കപ്പ് ആണ് കേട്ടോ. അതുപോലെ സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭയങ്കര രസമാണ്. അത് ഓർക്കുമ്പോൾ ഇത് തിയേറ്ററിൽ കാണാതെ മിസ്സായതിലൊരു വിഷമമുണ്ട്. ഇനി പടത്തിൽ ഒരുപാട് നൈറ്റ് വിഷ്വൽസ് ഉണ്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ കുറെ ഉണ്ട്. അത് നമ്മളിങ്ങനെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലോ ടിവിയിലോ ഒക്കെ കാണുമ്പോൾ തന്നെ അത്ര ക്ലിയർ അല്ല. അത്രയ്ക്ക് കറക്റ്റ് ഇരുട്ടിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ ഇത് തിയേറ്ററിൽ എങ്ങനെയായിരിക്കും കണ്ടു കാണുക എന്ന് എനിക്കറിയില്ല. പിന്നെ പടത്തിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ എല്ലാ ഹൊറർ സിനിമകളിലെയും ക്ലീഷകൾ ഈ പടത്തിലും ഉണ്ട്. അവിടെ പോകരുത് അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സ് പടത്തിൽ ചെയ്യുക. വളരെ മനസ്സമാധാനത്തിന് മുമ്പ് ജീവിച്ച സ്ഥലത്ത് നിന്നും അറിഞ്ഞുകൊണ്ട് തന്നെ പോയി ഒരു അപകടത്തിലേക്ക് വാവിച്ചു കൊടുക്കുന്ന പരിപാടി. പിന്നെ ഈ ടൈപ്പ് പടങ്ങളൊക്കെ ഒരുപാട് കണ്ടവർക്ക് ഇതൊക്കെ എന്ത് എന്ന് തോന്നുകയും ചെയ്യും. പിന്നെ നിങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ട്രെയിലർ കാണാതെ ഈ പടം കാണുക. കാരണം ഞാൻ ട്രെയിലർ നേരത്തെ കണ്ടതുകൊണ്ട് പടത്തിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. കഥ ഫുള്ള് ട്രെയിലറിലും ഉണ്ട്. അതുപോലെ തന്നെ പഴയ വൂൾഫ്മാൻ സിനിമകളൊന്നും കാണാത്തവരാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഇമ്പാക്ട് ലഭിക്കുമായിരിക്കും. സോ ആകമൊത്തം ടോട്ടലിൽ തീരെ മോശമല്ല. ഒരു വൺ ടൈം കണ്ടു നോക്കബിൾ ആവറേജ് ഹൊറർ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് വൂൾഫ്മാൻ എന്ന സിനിമ ഫീൽ ചെയ്തത്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ടു നോക്കാം. 1 മണിക്കൂർ 41 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയാണ്.